കോടഞ്ചേരി പുലിക്കയത്താണ് നമ്മളുള്ളത്. അതായത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കയാക്കിംഗ് മത്സരം നടക്കുന്നത് ഇവിടെയാണ്. ചാലിപ്പുഴ അങ്ങനെ കുത്തിമറിഞ്ഞൊഴുകുകയാണ്. പാറക്കെട്ടുകളിൽ അടിച്ചു ചിതറി പതഞ്ഞൊഴുകുന്ന വെള്ളത്തിന് മീതെ കുതിച്ചു പോവുകയാണ് കയാക്കർ. പുഴയുടെ ഒരു വശത്ത് കെട്ടിപ്പൊക്കിയ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് കയാക്കർമാരെ വെള്ളത്തിലേക്ക് തള്ളിവിടുന്നത്. ഏകദേശം 20 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് കയാക്കർമാർ വെള്ളത്തിലേക്ക് പതിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു പോക്കാണ്. പാറക്കെട്ടുകളെ വെട്ടിച്ചു മാറ്റി അതിവേഗം താഴേക്ക് കുതിക്കും. ഒന്ന് പാളിയാൽ പാറക്കെട്ടിലടിച്ച് അപകടം സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. കുത്തൊഴുക്കിൽപ്പെട്ട് എതിർദിശയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ അപകടം പിടിച്ച മത്സരമാണ്. പുലിക്കയത്ത് ചാലിപ്പുഴയിലും തിരുവമ്പാടി പഞ്ചായത്തിലെ ഇരുവഞ്ചിപ്പുഴയിലും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ കുറ്റ്യാടിപ്പുഴയിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ചാലിപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കുത്തൊഴുക്കിൻ്റെ അതിൻ്റെ ധാരാളിത്തം കൊണ്ട് തന്നെ സമ്പുഷ്ടമായിട്ടാണ് ഈ പുഴ നിൽക്കുന്നത്. മത്സരാർത്ഥികൾ ഏറെ സന്തുഷ്ടരാണ്. ഈ പുഴ വൈറ്റ് വാട്ടർ കയാക്കിങ്ങിന് ഇത്രയും നല്ല ട്രാക്ക് ലോകത്തിലില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല ട്രാക്കാണ് പുലിക്കയത്ത് ചാലിപ്പുഴ. പല ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പുഴയിൽ കുത്തൊഴുക്ക് നോക്കിയാണ് മത്സരം നടത്തുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ഒഴുക്ക് കൂടിയാൽ പിന്നെ മത്സരം നടത്താൻ പറ്റില്ല. ഒഴുക്ക് കുറഞ്ഞാൽ മത്സരത്തിന്റെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ചാലിപ്പുഴയിൽ ഒഴുക്ക് അനുകൂലമായിരുന്നു. കനത്ത മഴ മാറി നിന്നതോടെ മത്സരം കൊഴുത്തു. 8 രാജ്യങ്ങളിൽ നിന്നുള്ള 13 രാജ്യാന്തര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിവലിൽ തുഴയെറിഞ്ഞത്. ചാലിപ്പുഴയിലെ ഓളപ്പരപ്പിൽ കയ്യടി നേടിയവരിൽ 16 വയസ്സുള്ള മലയാളി താരമുണ്ട്. 3 മലയാളികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചാലിപ്പുഴയിൽ ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുമ്പോഴാണ് കയാക്കിംഗ് നടക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും കയാക്കിങ്ങിന് പങ്കെടുക്കാൻ എത്തുന്ന ആളുകളുടെയും കാണാൻ വരുന്ന ആളുകളുടെയും എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്.